മറ്റൊരു റിപ്പോർട്ടിലേക്ക് ചെന്നൈയിൽ സർക്കാർ ബസ് സർവീസ് റോഡിലേക്ക് മറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാധവരം സ്വദേശി ദിനേശാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്താണ്? റഹീസ്, ശ്രീജിത്ത്, ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. താമ്പരത്ത് നിന്ന് സെൻട്രൂൺഡ്രം വരെ പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. മധുരവായിലിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവം എന്തെന്നാൽ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആൾ, അതായത് മാധവപുരം സ്വദേശി ദിനേശ്, ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ ഓട്ടോറിക്ഷയുടെയും ഒപ്പം തന്നെ ഈ ബസിന്റെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് തരത്തിലുള്ള ഒരു അപകടമാണ് അവിടെ ഉണ്ടായതെന്ന്. ബസിന്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും, ഓട്ടോറിക്ഷ പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് വാഹനം ഉണ്ടായിരുന്നത്. ഈ ബസ് താമ്പരത്ത് നിന്നാണ് പുറപ്പെട്ടത്. ഇത് മാധുരവായിൽ എത്തിയപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടു. റോഡിന്റെ വലതുവശത്തായി ഈ ചില ബോർഡുകൾ വെച്ചുകൊണ്ട്, ബാരിക്കേഡുകൾ പോലുള്ളവ വെച്ചുകൊണ്ട് ഈ ബസ് അല്ലെങ്കിൽ ഈ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം പോലീസ് എടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ബസ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലേക്ക് മറിയുകയും ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. റീജിത്ത്, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.